രാഹുൽ മാങ്കൂട്ടവും നമ്മുടെ ഗണേഷിന്റെയും കുറച്ച് കാര്യം സംസാരിക്കാനാണ് വന്നത്. രാഹുലിന്റെ കുറച്ച് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പാലക്കാട് ജനങ്ങളെ കാണുന്നതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിക്കുന്നുണ്ട് ഇലക്ഷനിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ, സ്വതന്ത്രനായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഇന്നത്തെ ഹോണടിയുടെയാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് അദ്ദേഹം പുതിയൊരു ബസ്, പഴയ കാലത്തെ ബസ്സുകളും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക, പഴയ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാലും അണ്ണൻ്റെ ഹോണടിയൊക്കെ ഒന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് രാഹുലിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ചോദിച്ച പോലെ തന്നെ നിങ്ങൾ ആരാ ഈ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ എന്തായാലും രാഹുലിൻ്റെ പക്ഷത്തെ നിൽക്കത്തുള്ളൂ. പല കാര്യത്തിലാണെങ്കിൽ പോലും അവനെ പോലെ കീഴിൽ നിന്ന് പണിയുന്ന സ്വഭാവം ഇവനില്ല. ഓക്കെ, എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. പിന്നെ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ആരും സബ് ചെയ്യുന്നൊന്നും ഇല്ലടേ. കഴിഞ്ഞ വീഡിയോ ഞാനത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ആൾക്കാർ സബ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. പിന്നെ ലൈക്ക് കൊടുക്കുന്ന കൂട്ടത്തെ ഹൈപ്പും കൂടെ വരും, ഹൈപ്പ് കൂടെ ഒന്ന് കൊടുത്തേക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അങ്ങനെയൊന്നുമില്ല. പുള്ളി പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ രാഹുൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാലക്കാട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ചിലപ്പോൾ വല്ല ടിസ്റ്റും ഉണ്ടാവാൻ വല്ല ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഭയങ്കര നല്ലവരായിരിക്കും. കോൺഗ്രസ് രാഹുൽ നിന്നാൽ അത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. കാരണം കോൺഗ്രസിന് ഇപ്പോൾ അടുത്തൊരു സ്റ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുലിനെ മാറ്റി നിർത്തുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാം കോൺഗ്രസിന് പോസിറ്റീവാണ്. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. അതാണ് ജനങ്ങളുടെ തീരുമാനം. കണ്ടില്ലേ, ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടില്ല, ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ സ്വതന്ത്രനായിട്ട് നിന്നാൽ മാത്രം മതി. ഇവിടെ ഒന്ന് നിൽക്കേ. അത് വേറെ കാര്യം. എങ്ങനെ ആയാലും പാർട്ടി ചതിച്ചാലും താൻ പാർട്ടി ചതിക്കത്തില്ലെന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ട ആ ചേട്ടൻ പറഞ്ഞത് കണ്ടില്ലേ? പിന്നല്ല, കൂടെ കട്ടയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ പിന്നെന്തോ വേണം? ഇതുപോലെ ആരെങ്കിലും കാണുമോ? ഓക്കെ, ഒരുപാട് ആൾക്കാർ വന്നിട്ട് പീഡനവീരനെ സപ്പോർട്ട് ചെയ്യാൻ ഓരോരുത്തന്മാർ ഇറങ്ങുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. ഈ പറയുന്നവന്മാരുടെ കൂട്ടിലെ കോഴികളെയൊക്കെ എല്ലാവരും കണ്ടല്ലോ. സ്വന്തം ഭാര്യ കണ്ടിട്ട് പോലും പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ആ ഭാര്യയുടെ അവസ്ഥ എന്തുവാ? പൂട്ടി ഒരു റൂമിൽ പിടിച്ചിട്ടേക്കുകയായിരുന്നു. എല്ലാം പോലീസ് വന്ന വഴി തിരിച്ചു പോവുകയും ചെയ്തു. അവസ്ഥ ജനങ്ങൾ എങ്ങനെ രാഹുൽ ട്രീറ്റ് ചെയ്യുന്നത് ഞാനൊന്ന് വെച്ചുതരാം. സെറ്റല്ലേ? സെറ്റ് സാധനമല്ലേ? ആൾക്കാരെങ്ങനെ അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടോ? ഇതെന്റെ വേറൊരു വീഡിയോ കൂടെ വെച്ചു തരാം. കൊച്ചിനെ ഇടിച്ച് മാറ്റുകയാണെന്ന് തോന്നുന്നു. പുറത്തിറങ്ങുമ്പോഴേക്ക് ഭയങ്കര സ്വീകാര്യത ജനങ്ങളുടെ. എന്തുകൊണ്ടായിരിക്കും സ്നേഹം? നമുക്കുള്ള സ്നേഹം കൊണ്ട് അവർ സ്നേഹിക്കുന്നു. സന്തോഷം. ഓക്കെ, ഇപ്പൊ രാഹുലിനെ കണ്ടല്ലോ. പാലക്കാട് ജനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് നടക്കുന്നുള്ള കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, തെറ്റുകൾ എല്ലാവർക്കും പറ്റും. പക്ഷേ ജനങ്ങളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, ഒരു നേതാവ് എങ്ങനെ ആവണം, അവർക്ക് ഗുണമുണ്ടാവണം, അത് നല്ലപോലെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരന്. അങ്ങനെ വേണം. അതിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും ശരി, കൂടുതലും എന്താ പറയണ്ടേ, ജനങ്ങളിലോട്ട് എത്തിച്ചേരാൻ പറ്റിയതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ളവർക്ക്, അവർക്ക് സിമ്പിളായിട്ട് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും. അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് നോക്കിപ്പോയാൽ മതി. ഒന്നുമില്ല, ഒരു 2 മാസത്തിൻ്റെ ഇടയിലാണ് എല്ലാ വീടും ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഇലക്ഷൻ സമയത്ത് 9, 10, 15 വട്ടമൊക്കെ വീടുകളിൽ കയറി ചെല്ലുന്നവർക്ക് ഒരു 2 മാസം കൂടുമ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും വീട്ടിൽ ചെന്നൊന്ന് സംസാരിച്ചാൽ അടിപൊളിയായിരിക്കും. ഒന്ന് ചെന്ന് കാണുകയും മിണ്ടുകയും പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മുടെ ഓണടി വീരൻ്റെ വീഡിയോയിലോട്ട് പോകാം. ഗണേശ് ചേട്ടൻ്റെ. എൻ്റെ പൊന്നോ,
ഒരാളെ 2001 ശേഷം വന്ന മാറ്റമാണ്. ഞാൻ കൊണ്ടുവന്ന മാറ്റമാണ്. തടി മാറ്റി, കണ്ണാടി മാറ്റി. അണ്ണന്റെ ബസ്സിന്റെ മാറ്റമൊക്കെ കണ്ടില്ലേ? തടി മാറ്റി, കണ്ണാടി മാറ്റി, അത് മാറ്റി. എന്റെ പൊന്നി കേട്ടോ, ഒന്നും വേണ്ട. മര്യാദയ്ക്ക് റോഡിൽ കൂടെ ഒന്ന് ഓടിപ്പിക്കാവോ? മര്യാദയ്ക്ക് അവന്മാർ പോകുന്ന പോക്ക് KSRTC ഉള്ള കാര്യം പറയാലോ, തോന്നിയ പോലുള്ള പോക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു വളഞ്ഞൊക്കെ പോകുന്നേക്കണം എന്നുവെച്ചാൽ ഇപ്പോഴത്തെ റോഡിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഇവന്മാർ റോഡിൽ കാണും വളഞ്ഞും തിരിഞ്ഞൊക്കെ. ഒരു സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ബസ് ഓടിക്കുന്നവന്മാരെ കൊണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് ഒതുക്കിയാൽ വളരെ ഉപകാരമായിരിക്കും. ഇതിനൊരു കുറവുമില്ല. അടിക്ക് കാണട്ട്. പുതിയ മാറ്റങ്ങളൊക്കെയാ. ഫോണടി എന്തൊക്കെയാണ് എൻ്റെ പൊന്നോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇനി വിചാരിക്കും വല്ല മീൻകാരൻ വല്ലതാന്ന് വിചാരിക്കും. അവിടെ കിടന്ന് ഹോൺ അടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിങ്ങൾക്കെന്ത് തോന്നുന്നുണ്ട് ഈ ഹോണടിയെ പറ്റി? പുള്ളി എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ശനിയാഴ്ചയില ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവത്തിൽ വൈഫ് A to Z കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളി ഇപ്പോഴും ആ ഒരു ഇത് പുള്ളിയുടെ ഇന്ന് വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു ബസ്സിന് കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ മാറ്റം. അയ്യോ, അടിക്കുന്നില്ലേ? ഇത് കേട്ടോണേ. പ്രധാന ജോലി ഇതാറടി. ഇതാണല്ലോ ഈശ്വര കേരളത്തിൽ കൊണ്ടുവന്ന ഓരോ മാറ്റവേ. നോക്കട്ടെ. പിന്നല്ലാണ്ട് വളരെ കാര്യമാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണല്ലോ ചേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നത്. വല്ലാത്ത ഓണടിയായിപ്പോയി. അയ്യോ, ഓക്കെ, നമുക്ക് മെയിൻ ഇന്ന് വന്ന ന്യൂസിലോട്ടും കാര്യങ്ങളിലോട്ടും പോവുകയൊക്കെ ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ കൊണ്ടുവരേണ്ട ഇതുപോലുള്ള പഴയ കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ, പഴയ ബസ് കൊണ്ടുവരുന്ന ഇത് കൊണ്ടുവരുന്നത് ഇതൊന്നുമല്ല കൊണ്ടുവരണ്ടേ. കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് താമസിച്ചാണെങ്കിലും ഈ പ്രത്യേകിച്ച് ബസ് ഓടിക്കുന്ന ആൾക്കാർ കറക്റ്റ് 10 മണിക്ക് ഇപ്പോൾ കായംകുളത്ത് എത്തണം. ആ ഒരു രീതിയിൽ തന്നെ അവന്മാർ അടിച്ച് കയറി ഇങ്ങ് വരും. ഇവിടെ ഒരു 10 മിനിറ്റ് ലേറ്റായെന്നും പറഞ്ഞൊന്നും സംഭവിക്കാനൊന്നും പോകത്തില്ല. നിന്റെയൊക്കെ സ്പീഡ് കാരണം ചിലപ്പോൾ ഒരു ജീവിതമായിരിക്കും പോകുന്നത്. ഞാൻ പല വീഡിയോസുകളും കാണുന്നുണ്ട്, ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ. അത് ആ പോകുന്ന പോക്കും രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു മന്ത്രി, ഈ പറയുന്ന കൂട്ടത്തിലുള്ളവരോടൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു പോയിട്ടിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റായാലും കുഴപ്പമില്ല, നിങ്ങൾ പതുക്കെ പോകും. ഇത് കാണിക്കുന്ന രീതികളൊക്കെ ഒന്ന് കാണണം. ഞാൻ ഹരിപ്പാട് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഇടിച്ചില്ല എന്നുള്ള രീതിയിലാണ് പോയത്. അതും അത്രയും റോഡ് പ്രശ്നം നടക്കുന്നു. ബസ് പതുക്കെ പോകത്തുള്ളൂ. ഇവന്മാര് പോയ പോക്കൊക്കെ ഒന്ന് കാണണം. ടൈം ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും നമ്മൾ എല്ലാവരും. പക്ഷേ ടൈം ട്രാവലിനുള്ള സംവിധാനം നിലവിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് പഴയകാല ഓർമ്മകളിലേക്ക്, ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി ഒരു പുതിയ ബസ് ഇറക്കിയിട്ടുണ്ട്. അതും KSRTCയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പഴയ ബസ്സിൽ നമുക്ക് ആ ബസ്സിന്റെ ചരിത്രമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊരു യാത്ര പോകാൻ. ആ ബസ്സിന്റെ ഉദ്ഘാടനമാണ് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ നടത്തിയിട്ടുള്ളത്. മിനിസ്റ്റർ, സാധാരണ മിനിസ്റ്റർ പുതിയ ബസ്സുകളാണ്, ഇതൊരു പഴയ ബസ്. എന്നാണ് ഇപ്പോ പുതിയ ബസ്സുകൾക്ക് വരെ പഴയ ഒരു ബസ് അല്ല, ഒരു പഴയ ബസ് KSRTCയുടെ പഴയ ഓർമ്മയൊക്കെയായി. KSRTC വന്ന വഴികൾ മറക്കാൻ പാടില്ല, മനുഷ്യരെ മറക്കാൻ പാടില്ല.
അപ്പൊ KSRTC വന്ന വഴിയിൽ അതെ, മനുഷ്യനും മറക്കാൻ പാടില്ലെന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഒരു സംഭവം നടന്നേ, ഫോണടി പരിപാടിയൊക്കെ, അതൊക്കെ നല്ല പക്കയായിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ വന്ന വഴി ആരാ മറന്നത്? ഗണേഷ് കുമാറെ. താങ്കളുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് സംശയമില്ലാത്ത കൊണ്ട് ഞാൻ പറയുന്നു ഇതെൻ്റെ മകനാണെന്നുള്ള രീതിയിലാണ്. അതിക്കുള്ളൊരു നാണക്കേട് തനിക്ക് വരാനില്ല. തൻ്റെ ആദ്യ ഭാര്യ പിണങ്ങിപ്പോവാൻ കാര്യം ഉമ്മൻചാണ്ടിയാന്ന് പറഞ്ഞ ടീമാണ്. കുഞ്ഞും പിണങ്ങിപ്പോവാൻ കാര്യം അത് അതിനേക്കാളും വലിയ തോൽവി. അന്ന് 2013 പാർട്ടിയിൽ നിന്ന് മാറ്റി, നമുക്ക് പിന്നെ തിരിച്ചെടുക്കാമെന്നും പറഞ്ഞപ്പോൾ ഇപ്പോൾ പുള്ളി നൈസായിട്ട് അവിടുന്ന് കാല് വാരി നേരെ LDFിലോട്ട് കയറും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പുള്ളിയുടെ സ്റ്റാൻഡ് എന്താണ്? അധികാരം വേണം, എന്ത് തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടാമെന്നുള്ള രീതിയിലാണ്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? തോന്നിവാസങ്ങൾ ഓരോരോ നാട്ടിൽ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇവൻ്റെ ഓരോ കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ. അന്ന് ആ ഉമ്മൻചാണ്ടിയോട് ചെയ്ത ദ്രോഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു മനുഷ്യരും മറന്നിട്ടില്ല, ഇനിയും മറക്കത്തുമില്ല. KSRTCയുടെ ശക്തിയായിരുന്ന ഒരു കാലമുണ്ട്, ലാഭകരമായൊക്കെ പോയിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ ഓടിയിരുന്ന ഒരു വണ്ടിയാണ്. തിരുവനന്തപുരം സിറ്റിയിലെ ഒരു 60-65 വയസ്സിന് മേളിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ വണ്ടി ഓർമ്മ കാണും. അവരിത് കാണുമ്പോൾ വളരെ സന്തോഷിക്കും. പിന്നെ പുതിയ തലമുറയ്ക്ക് KSRTCയുടെ പഴയ ഒരു വണ്ടിയിൽ പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അത് വളരെ വലുതാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഹെറിറ്റേജിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പഴയകാല ജീവിത രീതികളെയും ആ സൗകര്യങ്ങളുടെ ഒരു പ്രതീകം എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടി കണ്ടീഷനാണ്, പഴയ വണ്ടിയല്ല. വണ്ടി നന്നായിട്ട് ഓടുന്ന വണ്ടിയാണ്, പക്ഷേ രൂപം മാത്രം പഴയെന്നുള്ളേ ഉള്ളൂ. പഴയ ഒരു രൂപത്തിലുള്ള ഷെല്ല് അത് KSRTCയുടെ എഞ്ചിനീയർ ഉണ്ണികൃഷ്ണനും അതുപോലെ പാപ്പൻകോട് ഡിപ്പോയിലെ കുറേ ജീവനക്കാർ, ചെറുപ്പക്കാരായ കുറേ ആൾക്കാർ 2 മാസത്തെ കഠിനാധ്വാനമാണ്. ജസ്റ്റ് ഞാനൊരു പടം കൊടുത്തതേ ഉള്ളൂ. പിന്നെ അവർ പഴയ പടങ്ങൾ നോക്കി കളർ ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ കളർ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നതാണ്. ഇങ്ങനൊരു ആശയം നമുക്ക് KSRTCയുടെ നമുക്കറിയാം, പഴയ കാലത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആ ഒരു പഴയ കാലത്തേക്ക് ഒരു മുഖം മിനുക്കലിന്റെയും കേരള നവീകരണത്തിന്റെയും ഭാഗം തന്നെയാണ്. കാരണം ഇതൊരു വലിയ പബ്ലിസിറ്റിയാണ്. ഇത് കാണാൻ ആഗ്രഹിക്കുകയും ഇത് വരികയും ചെയ്യുമ്പോൾ KSRTCയുടെ വളർച്ചയെ പറ്റി ആളുകൾ ചിന്തിക്കും. ഒരു പബ്ലിസിറ്റി ഇല്ല, ഒരു കോപ്പും ഇല്ല. സത്യം പറഞ്ഞാല ഇവന്മാരുടെ ഓരോ തോന്നിവാസങ്ങൾ, ഓരോ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നിവാസങ്ങൾ, അത്ര മാത്രമേ ഉള്ളൂ. വെറുപ്പ് തോന്നിയ ഒരു രാഷ്ട്രീയമാണ് സത്യം പറഞ്ഞ വെറുപ്പ്. ഇതുപോലെ കുറെ തുക്കട സാധനങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് നടക്കുന്ന ഒരു മന്ത്രി. ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മതി, ഇവനെയൊക്കെ പൂരത്തെറിയാണ് നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പൂരത്തെറി. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇപ്പം മനസ്സിലായല്ലോ ജനങ്ങൾ അങ്ങനെയാണ് രാഹുലിനെ വിലയിരുത്തുന്നുള്ള രീതിയിൽ. ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ആണ്, അത് കാണുമ്പോൾ മനസ്സിലാക്കാം. ഇവൻ ഇതുപോലുള്ള തുക്കട കാര്യങ്ങളൊക്കെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ നടക്കും. അതൊക്കെ ഇവൻ്റെ ഒരു പാരമ്പര്യമാണ്. അതവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയേ ചെയ്യും. KSRTCയെ പറ്റി ആലോചിക്കും. KSRTC മോഹൻലാലിനെ, നമ്മുടെ മഹാനടനായ ശ്രീ ലാലേട്ടനെ കൊണ്ട് നമ്മൾ പരസ്യം ചെയ്യിച്ചു. അതൊരു വലിയ നേട്ടമാണ് KSRTC സംബന്ധിച്ച്. അദ്ദേഹം നമുക്ക് വേണ്ടി സൗജന്യമായി 2 പരസ്യങ്ങൾ അതിമനോഹരമായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളിലെല്ലാം സംപ്രേഷണം ചെയ്തു, തിയേറ്ററുകളിൽ കാണിച്ചു, സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. അദ്ദേഹത്തിന്റെ നമുക്ക് വേണ്ടി, അവരുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. കാരണം ഇലക്ഷൻ വരാൻ പോലെ പണ്ട് ഉമ്മൻചാണ്ടി ഒരു ഇത് നടത്തിയപ്പോൾ അത് വലിയ വിവാദവാക്യന്മാരാ. മമ്മൂട്ടി എന്തായാലും കറക്റ്റ് കാര്യം വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല വന്നതെന്നങ്ങ് പറഞ്ഞു. അത് നന്നായി. കഷ്ടം. ഓക്കെ, കൂടുതൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ പറ ജനങ്ങളെ, ഇവൻ്റെ ഉടായ്പാണോ അല്ലെന്ന് നിങ്ങൾ തന്നെ പറ. ബൈ, ലവ് യു ഓൾ ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതിൽ സബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ ബൈ.